നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ ബന്ധത്തിൽ കറൻറ്റ്ലി ഇപ്പോൾ എന്ത് തേർഡ് സിറ്റുവേഷൻസുകളാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നതെന്ന എനർജിയാണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. പ്ലസ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, തേർഡ് പാർട്ടി എനർജിയിൽ പോസിറ്റീവായ കാര്യങ്ങൾ വന്നാൽ നമ്മളത് മറച്ചു പിടിക്കില്ല. അതിന് നമ്മൾ തേർഡ് പാർട്ടിയുടെ വക്കീലാണോ എന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട കേട്ടോ. കാരണം ഇതിനകത്ത് കിട്ടുന്ന എനർജി നമ്മൾ കറക്റ്റായിട്ട് പറയാം. അല്ലാണ്ട് നമ്മൾ നിങ്ങളെ ഹാപ്പിനെസ് ആക്കാനുള്ള മെസ്സേജുകളൊന്നും തന്നെ ഇടാൻ സാധിക്കുകയില്ല. നമുക്ക് എന്താണോ കിട്ടുന്ന ആ എനർജിയാണ് നൽകാൻ പറ്റത്തുള്ളൂ. നിങ്ങളിപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ റീഡിങ്സ് കാണുന്നത്, ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് ആ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്ട് ചെയ്ത് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെങ്കിൽ. കൂടാതെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് വരേണ്ടത്, ഇപ്പം നിങ്ങൾ ഏത് അവസ്ഥയിലൂടെ പോകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടെ റിലേഷനിൽ ഒരു മിറാക്കിൾ, ഒരു മാജിക്ക് സംഭവിക്കുന്നു എന്നങ്ങ് ചിന്തിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ബന്ധം ഇപ്പം ഓൾറെഡി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് ചിന്തിച്ച് തീർച്ചയായിട്ടും കമൻറ്റിൽ നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. അക്ഷരങ്ങളുടെ മാജിക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങളത് ആത്മാർത്ഥമായിട്ട് വിഷ്വലൈസ് ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്യണം. അതല്ലാതെ വെറുതെ നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഫലമില്ല. നിങ്ങളത് മനസ്സിൽ തട്ടി നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റ് ചെയ്ത് തന്നെ വേണം അഫർമേഷൻസ് രൂപത്തിൽ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് എഴുതാൻ. തീർച്ചയായിട്ടും ലൈഫിൽ മാറ്റങ്ങൾ വരും. പിന്നെ പേഴ്സണൽ റീഡിങ്സ് വേണ്ടവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. പിന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ്. നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം സംശയങ്ങളാണോ മനസ്സിലുള്ളത് അത് വ്യക്തവും കൃത്യവുമായിട്ട് നിങ്ങൾക്ക് ഡിവൈൻ കാണിച്ചു തരുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ്. ആ ഒരു ബന്ധം മുന്നോട്ടേക്ക് പോകണോ, അത് മൂവ് ഓൺ ചെയ്യുന്നതാണോ നല്ലത്, ശരിക്കും ഈ ഒരു റിലേഷൻ എന്ത് തരത്തിലുള്ളതാണ്, കർമ്മ ബേസിൽ വന്നതാണോ, ആ ഒരു കാർമിക് ടൈം കഴിയുമ്പോൾ ഈ ഒരു റിലേഷൻ ഓക്കെ ആകുമോ അതോ ഇത് അവസാനിക്കുമോ എന്നും, ഇതിനകത്ത് ആരൊക്കെയാണ് ഇൻവോൾവ് ആകുന്നത്, മറ്റ് ഔട്ട്സൈഡ് ഫോഴ്സ് എനർജികൾ എന്തൊക്കെയാണ് ഇതിലേക്ക് കണക്റ്റഡ് ആകുന്നത്, അത് ഏതൊക്കെ രീതിയിലാണ് തേർഡ് സിറ്റുവേഷൻസിൽ, ഉദ്ദേശം എന്താണ്, ഇങ്ങനെ നിങ്ങളുടെ മനസ്സിനകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും ക്ലാരിറ്റി ആയിട്ടൊരു ഉത്തരം ലഭിക്കുന്ന എനർജിയാണ് ടാറോ റീഡിങ്സ്. അപ്പോൾ അത് നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും വെച്ച് എടുത്ത് തന്നെ ക്ലാരിറ്റി വരുത്തുക. ജനറൽ റീഡിങ്സിന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താലും അതും നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ നൽകുന്നത് തന്നെയാണ് കേട്ടോ. അത് എനർജിയെ നിങ്ങൾ കണക്റ്റ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും. അപ്പോൾ ഇപ്പം നിങ്ങളുടെ റിലേഷനിൽ കറൻറ്റ്ലി തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് നിൽക്കുന്ന എനർജികൾ എന്തെല്ലാമാണെന്നുള്ള എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ചിലരുടെ എനർജിയിൽ ഫാദർ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് കോൺഫ്ലിക്റ്റിൻ്റെ ഫലമായിട്ട് ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസുകൾ കാണുന്നുണ്ട്. കുറച്ചൊക്കെ ഫാമിലി എനർജി ഉണ്ട് കേട്ടോ. മാര്യേജ് കഴിഞ്ഞ അല്ലെങ്കിൽ ചിലർ മാര്യേജ് പോലുള്ള കാര്യങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് നിങ്ങളിൽ നിന്ന് ചേഞ്ച് ആയവരുണ്ട്. ചിലരെ സംബന്ധിച്ച് കരിയർ പാതയിൽ ചില ബന്ധങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന വ്യക്തികളുടെ പ്രസൻസ് കാണുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഒരുപാട് ഡിഫറൻസ് ആയിട്ടുള്ള എനർജികളാണ് കണക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ. അസ്ട്രോളജിക്കൽ സൈൻ നോക്കുമ്പോൾ ഏപ്രിൽ മാസത്തിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂലൈ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. ഈ 2 എനർജിയാണ് അസ്ട്രോളജിക്കൽ സൈനിൽ കണക്റ്റഡ് ആയിരിക്കുന്നത്. മെയ് മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് റീഡിങ്സ് നോക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫോറോസോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ. കുറച്ച് ആളുകളെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ സൗഹൃദ ബന്ധമാണ് നിങ്ങൾക്കിടയിലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ട് നിൽക്കുന്നത്. നിങ്ങളിലേക്ക് ഒരു രീതിയിലും ആ ഒരു പേഴ്സണെ കണക്റ്റ് ചെയ്യാൻ സമ്മതിക്കാതെ അല്ലെങ്കിൽ നിങ്ങളിലെ നെഗറ്റീവുകളെ കൂടുതൽ പറഞ്ഞ് നിങ്ങളിൽ നിന്നും പിടിച്ച് തിരിച്ച് നിർത്തുന്ന, നിങ്ങളിൽ നിന്നും ഫേസ് തിരിച്ച് നിൽക്കുന്ന, നിങ്ങളിൽ നിന്നും മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉള്ള വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം അവർ കൂടുതലും സൗഹൃദ ബന്ധങ്ങളിൽ പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങനെയുള്ള ഹാപ്പി എനർജിയുടെ ശരിക്കും പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാതെ മറ്റ് പല കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആകുന്ന വ്യക്തികളുടെ ക്യാരക്ടർ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാത്തിനെയും നിസ്സാരമായിട്ട് കാണുന്നു. ഇപ്പം നിങ്ങളുടെ ബന്ധത്തിനാണെങ്കിലും വലിയ വാല്യൂ ഒന്നും കൽപ്പിക്കാതെ ഒരു നിസ്സാരവൽക്കരിച്ച് കാണുന്ന ക്യാരക്ടർ. അതായത് ഇത് ഇപ്പം നിന്നാലും പോയാലും അവർക്ക് കുഴപ്പമില്ല, ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള വ്യക്തിയുമാണ് കേട്ടോ നിങ്ങളുടെ എനർജിയിൽ. ചിലരെ സംബന്ധിച്ച് പുതിയ മാര്യേജ് പോലുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ ലൈഫിലേക്ക് അവർ ചില പുതിയ തുടക്കങ്ങളൊക്കെ മറ്റ് സിറ്റുവേഷൻസിൽ ഓപ്പർച്യൂണിറ്റീസിൽ മറ്റൊന്നിനെ
സെലക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളുടെ പ്രസൻസ് നമുക്ക് കാണുന്നുണ്ട്. മാര്യേജ് പോലുള്ള കാര്യങ്ങളിലേക്ക് കടന്നവരുണ്ടാവാം, അല്ലെങ്കിൽ അതിനു വേണ്ട ഓരോ സ്റ്റേജും കടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ടാവാം. അതെല്ലാം നിങ്ങളുടെ റിലേഷനിൽ ഒരു തേർഡ് പാർട്ടി പ്രസൻസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങളെക്കാൾ കൂടുതൽ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റു പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നു. മറ്റു പല ഇടങ്ങളിലും നിങ്ങളെക്കാൾ കൂടുതലും സ്നേഹവും കണക്ഷൻസും അല്ലെങ്കിൽ മറ്റു ഇടങ്ങളിൽ അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ടും പോസിറ്റീവായിട്ട് എടുക്കുന്നതായിട്ടും കാണുന്ന സിറ്റുവേഷൻസാണ്. ഫ്രണ്ട്ഷിപ്പ് എനർജിയിലാവാം, അല്ലെങ്കിൽ മറ്റ് സെലിബ്രേഷൻ പോലുള്ള ഹാപ്പി എനർജിയിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻസുകളിലാവാം. ചിലരെ സംബന്ധിച്ച് ഫാമിലിപരമാകുന്ന ലൈഫ് കണക്ട് ചെയ്യുന്ന എനർജിയുമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ചീറ്റിംഗ് എനർജി ആയിരുന്നു കേട്ടോ. നിങ്ങളിലേക്ക് വന്നുവെങ്കിലും അത് നിങ്ങളോട് കാണിച്ചതൊന്നും ഒരു പൂർണ്ണത ഉണ്ടായിരുന്നില്ല. നിങ്ങളോട് പറഞ്ഞതോ പ്രവർത്തിച്ചതോ ഇപ്പം നിങ്ങളോട് പറയുന്നതോ പ്രവർത്തിക്കുന്നതോ ഒന്നും സത്യമല്ല. നിങ്ങളുടെ സ്നേഹം പറഞ്ഞ് നിങ്ങളെ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശക്തമാവുന്നൊരു ചീറ്റിംഗ് ആണ് നിങ്ങളോട് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. നിങ്ങളുടേതാകുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളൊരു ബൗണ്ടറി തീർത്ത് നിൽക്കാൻ ശ്രമിക്കുക. ചിലരുടെ എനർജിയിലേക്ക് നമുക്ക് നോക്കുമ്പോൾ 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെ ഫോക്കസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷനിൽ മറ്റാരുടെയൊക്കെയോ പ്രസൻസ്, മറ്റെന്തൊക്കെയോ നെഗറ്റീവാകുന്ന സമയത്തിൻ്റെ പ്രസൻസ് കണക്റ്റഡ് ആയി നിൽക്കുന്നുണ്ട്. നിങ്ങളോടുണ്ടായിരുന്നത് ഒരു അഡിക്ഷൻ മാത്രമായിട്ടാണ് കാണുന്നത് കേട്ടോ. അവരെപ്പോഴും ഫോക്കസ് ചെയ്തത് ഭൗതികപരമാകുന്ന സുഖങ്ങളെ ബേസ് ചെയ്താണ്. ഒരു പക്ഷേ സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളാവാം, അല്ലെങ്കിൽ അവരുടെ കരിയർ പരമാകുന്ന കാര്യങ്ങളിലുള്ള ഒരു സക്സസ്സിന് വേണ്ടിയിട്ടാവാം. നിങ്ങളിൽ നിന്നും അവരേറ്റവും കൂടുതൽ എന്തെങ്കിലും നേട്ടങ്ങൾ മാത്രം, ഭൗതികപരമാകുന്ന ചില നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള നേട്ടങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത സിറ്റുവേഷൻസും ഇപ്പോൾ അവരുടെ വെൽത്ത് എനർജീനെ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജീനെ അവർ ഫോക്കസ് ചെയ്യുന്നതായിട്ടുമാണ് കാണുന്നത്. ശരിക്കും നിങ്ങളോട് അവർക്കുണ്ടായിരുന്നതൊരു അഡിക്ഷൻ എനർജി മാത്രമാണ് കേട്ടോ. ഒരു പക്ഷേ ഒരു ഫിസിക്കൽ പരമാകുന്ന അഡിക്ഷൻ ആവാം, അതല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു അടുപ്പമായിരുന്നു കാണാം. എന്താണെങ്കിലും ഇതൊരു ഇരയാക്കപ്പെട്ട സിറ്റുവേഷൻസ്, അതേപോലെ തന്നെ ഒരു പവർ ലോസിങ് എനർജിയുടെ പ്രസൻസാണ് കുറച്ച് ആളുകളുടെ എനർജിയിൽ കാണുന്നത്. അതിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു മോശം സിറ്റുവേഷൻസ്, ഒരു നെഗറ്റീവാകുന്ന ഒരു മോശം വിധിയെ ബേസ് ചെയ്ത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെടാത്തൊരു വ്യക്തി നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് കടന്നു വന്നു എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിൽ നിങ്ങളൊരു മായാവലയത്തിൽ പെട്ട പോലെ, അല്ലെങ്കിൽ അവരിൽ ഏറ്റവും പ്രാധാന്യം അട്രാക്റ്റഡ് ആയിപ്പോയി. ആ അട്രാക്ഷൻ അല്ലെങ്കിൽ അവരോട് വളരെയധികം ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തോന്നാനുള്ള കാരണം നിങ്ങളുടെ ഒരു വിധിയാണത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് വിധിയായിട്ടാണ് നമുക്ക് ആ ഒരു എനർജീനെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് പവർ ലോസിങ് ഉണ്ടെങ്കിലും, സാമ്പത്തികപരമാകുന്ന ഒരു കൊടുക്കൽ വാങ്ങലുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിന് ഏറ്റവും നല്ലൊരു പാർട്ട്ണർ എനർജിയെ പോലെ നിങ്ങളെ പരിപൂർണതയോടുകൂടി ഒരു റിലേഷനിൽ നിന്നിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീയൂണിയൻ പ്രസൻസ് ഉണ്ട് കേട്ടോ. കാരണം അവർ കാര്യങ്ങളെല്ലാം ക്ലാരിറ്റി ചെയ്യപ്പെടും. അവരുടെ തെറ്റുകൾ അവർ മനസ്സിലാക്കുകയും തെറ്റുകളെ തിരുത്താൻ ശ്രമിക്കുകയും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരികയും ചെയ്യും. ലീഗൽ പരമാകുന്ന എന്തെങ്കിലും എനർജിയിലേക്കൊക്കെ നിങ്ങൾ പോകാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റിയോട് കൂടി മാത്രമേ അതിനിറങ്ങാവുള്ളൂ കേട്ടോ. നിങ്ങൾ ലീഗൽ പരമായിട്ടോ മറ്റുള്ളവരെ കണക്ട് ചെയ്ത് ഇവർക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ആലോചിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്ക് തമ്മിലൊരു റീയൂണിയൻ പ്രസൻസ് ഉണ്ട്. അതായത് ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യത്തിലേക്കോ സാമ്പത്തികപരമാകുന്ന ചില ബന്ധങ്ങളിലേക്കൊക്കെ കണക്ട് ചെയ്തു പോയ വ്യക്തികളെ വെച്ച് നോക്കുമ്പോൾ കേട്ടോ, ഒരു പക്ഷേ നിങ്ങളെ മിസ്യൂസിങ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എങ്കിലും ആ ഒരു തെറ്റ് തിരുത്തി അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടുള്ളൊരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ക്വീൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് കേട്ടോ. കരിയർ പരമാകുന്ന മേഖലകളെ ബേസ് ചെയ്തൊരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസിൽ, അല്ലെങ്കിൽ ആ ഒരു കൺട്രോളിൽ നിൽക്കുന്ന വ്യക്തികളുടെ പ്രസൻസും നിങ്ങളുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടി എനർജിയായിട്ട്, തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ അവരതിനകത്തൊരു ട്രാപ്പ് എനർജി ആയിട്ട് നിൽക്കുന്നതാണ്. അവിടെ ഒരു ജസ്റ്റിസിൻ്റെ എനർജിയാണ് കാണുന്നത്. ജസ്റ്റിസ് മീൻസ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി കർമ്മയാണ് കേട്ടോ. നിങ്ങളുടെ വ്യക്തി ഒരു പക്ഷേ മുൻകാലങ്ങളിലോ മുൻ ജന്മങ്ങളിലോ ചെയ്ത ചില പ്രവൃത്തിയെ ബേസ് ചെയ്ത് ഇപ്പം ഒരു ട്രാപ്പിഡ് എനർജിയിൽ കരിയർ പാതയെ ബേസ് ചെയ്ത്, ഒരു പക്ഷേ ബിസിനസ് പരമാകുന്ന കാര്യങ്ങളിൽ പാർട്ട്ണർഷിപ്പിൽ നിൽക്കുന്ന വ്യക്തിയാവാം. കരിയർ പാതയിൽ ഇവരെക്കാൾ ഒരുപടി ടോപ്പ് എനർജിയിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിൽക്കുന്ന വ്യക്തിയാവാം. അതായത് ഒരു കമാൻഡിങ് എനർജി
ഒരു ലേഡി പ്രസൻസ് ആണ്. അതായത് സ്ട്രോങ് ആയിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു ലേഡിയുടെ പ്രസൻസ് എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് അവരിലാണ് പൂർണ്ണമായിട്ടും പിടിപാടുള്ളതായിട്ട്, അവരൊരു ഹോൾഡിംഗ് എനർജി, അല്ലെങ്കിൽ അവർ പൂർണ്ണമായിട്ടും ഒരു നീരാളി പിടിച്ചിരിക്കുന്നത് പോലെ അവരുടെ കൺട്രോളിൽ അവർക്ക് വേണ്ട രീതിയിലെല്ലാം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെ യൂസ് ചെയ്യുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസും നമുക്ക് ഈ ഒരു എനർജിയിൽ കണക്റ്റഡ് ആണ്. പക്ഷേ ആ ഒരു എനർജി എന്നുള്ളത് തീർച്ചയായിട്ടും കർമ്മ ബേസിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ. അവരുടെ കർമ്മഫലമാണ്. അവർ മുൻ സമയങ്ങളിലോ മുൻ ജന്മങ്ങളിലോ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് അവരുടെ ലൈഫിലേക്ക് അവർക്കൊരു ഇംബാലൻസിങ് എനർജി കൊടുക്കാനായിട്ട് വന്നിരിക്കുന്ന പ്രസൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും അത് വല്ലാത്ത ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ് ആണ്. അവർ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അവർ നിൽക്കുന്ന സ്ഥലത്ത് ഒരു അടിമപ്പെട്ട്, അതായത് ഒരു മറ്റൊരാളുടെ കൺട്രോളിൽ നിൽക്കേണ്ട സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അതിൽ നിന്നും പുറത്ത് കടക്കുക എന്നത് ഉടനെ ഒന്നും സാധ്യമല്ല എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. പക്ഷെ അവർ ആക്ഷൻ എടുക്കും. അവർക്ക് പറ്റുന്നൊരു അവസരം വരുമ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ എടുത്ത് ആ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്ത് കടക്കും. അതൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ അനുസരിച്ച് ചില ബന്ധങ്ങളിൽ, നിങ്ങളിൽ ചിലരിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസുകൾ ഈ എനർജിയിലൂടെ പോകുന്നത് തിരിച്ചു വരും എന്നുള്ളതാണ് കാണുന്നത്. പക്ഷെ അത് നമുക്കൊരു പ്രെഡിക്ഷൻ, ഇന്ന സമയമെന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ല. അവർക്കൊരു അവസരം ലഭിക്കണം ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കടക്കണമെങ്കിൽ. അവർ ആക്ഷൻ എടുക്കും. അവരതിനു വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നു. ഇപ്പം അവരൊരു മെച്യൂരിറ്റി അല്ലാത്തൊരവസ്ഥയിലാണ്. അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അവർക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല, പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പം ആ ഒരു സാഹചര്യത്തിൽ അവർ പെട്ട് നിൽക്കുകയാണ്, ആ ഒരു കൺട്രോളിലാണെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ദ സൺ എനർജിയാണ് കേട്ടോ. വളരെയധികം പോസിറ്റീവായ, ഒരു പക്ഷേ നിങ്ങളിൽ ചില വ്യക്തികളുടെ, ഇപ്പോൾ എല്ലാവരുടെയും എനർജി അല്ല, നമുക്ക് പലരുടെ എനർജി പോലെയാണ് ഞാൻ ഈ എനർജി എടുത്തിരിക്കുന്നത്. ചില വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ ഒരു സോൾ കണക്ഷൻസ്, പാസ്റ്റ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു പേഴ്സണുമായിട്ടുള്ളൊരു മീറ്റപ്പ് എനർജി നടന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതായത് അവരവരുടെ യഥാർത്ഥ സോളിനെ കണക്റ്റ് ചെയ്ത ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ഒരു പക്ഷേ ഇത് പൂർവ്വജന്മങ്ങളായിട്ട്, ജന്മാന്തരങ്ങളായിട്ട് ബന്ധമുള്ള ഒരു സിറ്റുവേഷൻസുമായിട്ട് കണക്റ്റഡായി ബന്ധത്തെ കാണുന്നുണ്ട്. അവരുമായിട്ട് കണക്റ്റഡ് ആണ്. ആ ഒരു സിറ്റുവേഷൻസിൽ വളരെയധികം പോസിറ്റിവിറ്റിയോട് കൂടി ഇവർ കടന്നു പോകുന്നുണ്ട്. അവർ ആ ഒരു ബന്ധത്തിൽ സംതൃപ്തമാണ്. ചിലരുടെ എനർജികളിൽ നോക്കുമ്പം നിങ്ങളുടെ തേർഡ് പാർട്ടി എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ സംതൃപ്തമാണ്, വളരെ ഹാപ്പി എനർജിയിലും പോസിറ്റിവിറ്റിയിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കവിടെ കാണാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത്, അവർക്ക് നിങ്ങളെ അറിയണം, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് അവർ എപ്പോഴും ഒരു ഫോക്കസിങ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ആ ഒരു ബന്ധം അത്രയും ആഴമുള്ള ഒരു റിലേഷനിലേക്ക് കണക്റ്റഡ് ആയി എങ്കിൽ പോലും അവർക്കിടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു കുറ്റബോധമുണ്ട് കേട്ടോ. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ സിറ്റുവേഷൻസിന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചത്, ഈ വ്യക്തിയിൽ കണക്റ്റഡ് ആയതെന്നുള്ള അവർക്ക് വ്യക്തമായിട്ട് അറിയാം. ആ ഒരു എനർജി വെച്ച് അവർക്കൊരു ആത്മസംതൃപ്തിയിൽ അവിടെ അവർക്ക് ഹാപ്പിയോട് കൂടി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് അവരുടെ ആ ഒരു സോൾ എനർജിക്ക് ഇടയ്ക്ക് ഒരു പെയിൻ എനർജി, അതായത് എല്ലാത്തിനോടും ഒരു അസംതൃപ്തിയൊക്കെ ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അവരൊരു ഹെൽത്തി എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അതിൽ നിന്നും അവർ ചിലപ്പെങ്കിൽ നിങ്ങളിലേക്കും കൂടി ഒരു ഫോക്കസിങ് നൽകും. നിങ്ങൾക്കൊരു ഡിലേ ആയാലും അവരിൽ നിന്നും ഒരു ഗുഡ് ന്യൂസ്, ഒരു പക്ഷേ നിങ്ങളുമായിട്ടുള്ള ഒരു പ്രസൻസ്, നിങ്ങൾക്കൊന്ന് അവരുമായിട്ട് ഒരു ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും നിങ്ങളിൽ എനർജി കണക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് കാണുന്നത്. 4 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്കെതിരെ പുറമേ ചില വ്യക്തികളുടെ, അല്ലെങ്കിൽ പേരൻസിനെ പോലെ നല്ലൊരു ഗാർഡിയൻ എനർജിയിലുള്ള വ്യക്തികളുടെ ചില നിലപാടുകളാണ് നിങ്ങളുടെ ബന്ധത്തിൽ ടോക്സിക് സിറ്റുവേഷൻസും എലോൺ എനർജിയും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി കൂടി, ലോങ് ഡിസ്റ്റൻസ് എനർജിയുടെ പ്രസൻസ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഒരു വിദേശത്തേക്കുള്ളൊരു ട്രാവലിംഗ് പ്രസൻസ് ആയിരിക്കാം. സാമ്പത്തികപരമായ കാര്യത്തെ ഫോക്കസ് ചെയ്ത് അവർക്കൊരു എന്താ പറയുക, ഒരു സ്റ്റാൻഡിങ് എനർജിയിൽ അവർക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിൽക്കണമെന്ന്, അല്ലെങ്കിൽ അവർക്കൊരു ഫിനാൻഷ്യൽ അബണ്ടൻസ് വേണം, ഒരു സെക്യൂരിറ്റി പവർ വേണം എന്നുള്ളൊരു എനർജിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു ലോങ് ടൈം സക്സസ്.
അതാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അത് ബേസ് ചെയ്ത് നിങ്ങളുമായിട്ടൊരു ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, നോ കോണ്ടാക്റ്റ് എനർജിയും ആയിരിക്കാം കേട്ടോ. അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു, കാണാനോ സംസാരിക്കാനോ പറ്റാത്ത വിധമുള്ള ഒരു ബൗണ്ടറി ആ ഒരു ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ എനർജിയിൽ നിൽക്കുന്നവർ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിലും നോ കോണ്ടാക്റ്റ് എനർജിയിലാണെങ്കിലും നിൽക്കുന്നവരെ ബേസ് ചെയ്ത് നോക്കുമ്പം ഫാമിലി എനർജിയുടെയോ അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ എനർജിയുടെ പ്രസൻസിലൂടെയോ നിങ്ങളിൽ നിന്നും അവരെ സെപ്പറേറ്റഡ് ആക്കിയിരിക്കുന്നതാണ് കാണുന്നത്. ആ ഒരു സെപ്പറേഷൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സാമ്പത്തിക ഭദ്രതയും സക്സസ്, ഒരു ലോങ് ടൈം സക്സസ്സിനെ ഫോക്കസ് കൂടി ചെയ്തിട്ട് തന്നെയായിട്ടാണ് കാണുന്നത്. നല്ല രീതിയിലുള്ള ഒരു ഉപദേശം, നല്ല രീതിയിലുള്ള ഒരു ഗൈഡൻസ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവരൊരു കൺട്രോളിങ് മാനേജിങ് എനർജിയിലാണ് നിൽക്കുന്നത്. കുറച്ചൊരു സെൽഫ് ഡിസിപ്ലിനും ഗ്രോത്തും ഒക്കെ അവർ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അവിടെയും എനിക്ക് കാണാൻ സാധിക്കുന്ന ഒരു എനർജി, നിങ്ങളുടെ വെയിറ്റിങ്ങിന്, നിങ്ങളുടെ കാത്തിരിപ്പിന് അവിടെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 7 ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് ഈഗോയാണ് കേട്ടോ നിങ്ങൾക്കിടയിൽ ഈ ഒരു നോ കോണ്ടാക്റ്റിനുള്ള കാരണം. ഈഗോ എനർജി ബേസ് ചെയ്ത് അറിഞ്ഞു വെയിറ്റിംഗ് ചെയ്തതാണ് നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻഫുൾ സിറ്റുവേഷൻസിലേക്ക് തള്ളുന്ന ഒരു സിറ്റുവേഷൻസ്, ഒരു വൈരാഗ്യത്തോടു കൂടി. ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ വന്ന കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ആയിരിക്കാം, അവരും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ, ഒരു സംശയത്തെ പ്രതിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പൊസസീവ്നെസ്, ഓവറായിട്ടുള്ള അവരോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും ഒക്കെ തന്നെ ആയിരിക്കാം. അവർ അറിഞ്ഞ് ചെയ്യുന്ന ചില കാര്യങ്ങളൂടി നമുക്ക് ചിലരുടെ എനർജിയിൽ കാണുന്നുണ്ട്. ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റി ഉള്ള പേഴ്സണെയാണ് അത് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങളെ അവർ നിങ്ങളിലും അവരുടെ എനർജി കണക്റ്റഡ് ആണെങ്കിലും അവരറിഞ്ഞ് തന്നെ നിങ്ങളെ ഫോക്കസ് ചെയ്യാതെ നിങ്ങളെ അറിഞ്ഞുകൊണ്ട് അവരറിയാത്ത മട്ടിൽ ഇരിക്കുന്നൊരു സിറ്റുവേഷൻസ്, കുറച്ച് കഴിയട്ടെ ഇതിനൊരു തീരുമാനമുണ്ടാക്കാം എന്ന തോട്ട്സോട് കൂടി നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയും തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു വെല്ലുവിളിയാണ് കേട്ടോ. നിങ്ങൾക്കെതിരെ നടത്തുന്ന ശക്തമാകുന്ന ഒരു വെല്ലുവിളിയുടെ പ്രസൻസ് ആയിട്ട് തന്നെ കാണേണ്ടി വരും. ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്നതാണ്. ഫാദർ എനർജിയുടെ പ്രസൻസിൻ്റെ ഫലമായിട്ടോ ഫാദറിനെ ഭയപ്പെട്ടുകൊണ്ടോ, അതായത് ഒരു ഗാർഡിയൻ എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ബന്ധത്തെ വേണ്ട എന്ന് വെച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ബന്ധം അവസാനിപ്പിച്ച ചില വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് കേട്ടോ. അവരെ സംബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റുന്നത് അത് അവസാനിപ്പിച്ചതാണ്. ഫാദറിൻ്റെ ഇൻവോൾവ് ഉള്ള എനർജിയിലേക്ക് നോക്കുമ്പോൾ ഇത് നിങ്ങളുടെ വിധിയിൽപ്പെട്ട ബന്ധമല്ല, അത് തീർച്ചയായിട്ടും അവസാനിപ്പിച്ചിരിക്കുന്ന, എൻഡായി പോയിരിക്കുന്ന ഒരു റിലേഷനാണ്. അതിനി തിരിച്ചു വരാൻ സാധ്യതയില്ല കേട്ടോ. അതൊരിക്കലും തിരിച്ച് കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നില്ല. ദ വേൾഡ് കാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് ഫാമിലി ആയിട്ട്, അതല്ലെങ്കിൽ ഒരു ചിൽഡ്രൻ പ്രസൻസോട് കൂടിയ ഒരു ലേഡി പ്രസൻസിൻ്റെ എനർജി നമുക്കിതിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. ഫാമിലി പരമാകുന്ന ബന്ധം തന്നെയാണ്. അവർ ആ ഒരു പ്രതിസന്ധികളെ, എല്ലാ ദുഃഖങ്ങളെയും കണക്റ്റ് ചെയ്ത് എസ്കേപ്പിംഗ് ചെയ്ത സിറ്റുവേഷൻസും നിങ്ങളുടെ റിലേഷനിൽ ചിലരുടെ എനർജിയിൽ കാണുന്നുണ്ട്. പക്ഷെ അത് അവർക്കൊരു ബർഡനാണ്, അവരൊരു ഭാരം ചുമന്നുകൊണ്ട് തന്നെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തെ അവരും വിട്ടുകളഞ്ഞതല്ല, ഇപ്പോൾ അവരുടെ ലൈഫിൽ ഒരു ഭാരം തന്നെയാണ് നിങ്ങളെന്ന് പറയുന്ന ഓർമ്മകൾ. അതൊരു വേൾഡ് എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ആക്ഷൻ ആ ഒരു ബന്ധത്തിൽ എടുക്കപ്പെടും കേട്ടോ. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് അവർ കണക്റ്റഡ് ആവും എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് ഫ്യൂച്ചറിലേക്ക്. പക്ഷേ ഇപ്പം കറൻറ്റിൽ അതൊരു ഭാരമായിട്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളെ അവരുടെ ആ ഒരു സിറ്റുവേഷൻസുമായിട്ട്, തേർഡ് സിറ്റുവേഷൻസ് മീൻസ് ചിൽഡ്രൻസ് പ്രസൻസോട് കൂടിയ ഒരു ലൈഫ് എനർജിയാണ് കാണുന്നത്. നിരാശാജനകമാണ്. അവിടെ സാറ്റിസ്ഫാക്ഷൻ അല്ല കാണുന്നത്, നിരാശയാണ് കാണുന്നത്. ആ നിരാശയെ ബേസ് ചെയ്ത് കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ജഡ്ജ്മെൻറ്റിങ് എനർജിയുടെ പ്രസൻസ് ചിലരിൽ വന്നിട്ടുണ്ട്. അതിവിടെ നമുക്ക് കാണാൻ പറ്റും. ചിലരെ സംബന്ധിച്ച് നമുക്കതിൻ്റെ എനർജീനെ കണക്ട് ചെയ്യുമ്പോൾ ഒരു മാര്യേജ് എനർജിയെ ബേസ് ചെയ്താണ് കേട്ടോ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വന്നിരിക്കുന്നത്. അതും ഒരു സെക്കൻഡ് ചാൻസ് എനർജി നിങ്ങൾക്കുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. പക്ഷേ എന്നാലും അവിടെ ഒരു മാര്യേജ് എനർജിയുടെ പ്രസൻസ് വന്നതാണ്, അല്ലെങ്കിൽ അവർ മാര്യേജിനെ കുറിച്ച് ചിന്തിച്ചതാണ്. നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി പ്രസൻസ്, അതായത് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് അവർക്കൊരു ജഡ്ജ്മെൻറ്റിങ്, ന്യായം നടപ്പിലാക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതാണ് നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസ്.
അത് പൂർവാധികം ശക്തിയോടുകൂടി കണക്റ്റഡ് ആകുമെന്ന് ചിന്തിച്ചാലും നിങ്ങൾക്ക് അവിടെ ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. മാരിയേജ് എനർജിയെ ബേസ് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് അവർ പോയെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനുള്ള ഒരു യോഗം, നിങ്ങൾക്ക് അതിനുള്ള ഒരു പ്രസൻസ് അവിടെ കണക്റ്റഡ് ആകുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കാം, നിങ്ങളിലേക്ക് തന്നെ ആയിരിക്കാം ആ ഒരു എനർജി തിരിച്ചു വരുന്നത്. അപ്പോൾ ഒരു വിവാഹം എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ പ്രതീക്ഷയെ ബേസ് ചെയ്ത് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മറ്റൊരു ഓപ്പർച്യൂണിറ്റീസ് അവർ വന്നെങ്കിൽ പോലും നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റിംഗ് ഉണ്ട്, നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു വിവാഹത്തിൻ്റെ എനർജി കണക്റ്റ് ചെയ്ത് നിങ്ങളിൽ നിന്നും പോയൊരു പേഴ്സണെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ് കേട്ടോ. അതുപോലെ നൈറ്റ് ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു പാഷൻ എനർജിയെ ബേസ് ചെയ്ത് കുറച്ച് ഈഗോയായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവരുടെ ഒരു പാഷനെ, അവരുടെ ഒരു ആഗ്രഹത്തെ ഫോക്കസ് ചെയ്ത് ഒരു എന്താ പറയുക, ഒരു മെച്യൂരിറ്റിയോട് കൂടി ഒരു സാമ്പത്തിക ഭദ്രത, ഒരു അബണ്ടൻസ്, ഒരു ഫിനാൻഷ്യൽ, അതായത് ഒരു എന്താ പറയുക, ഒരു ലക്ഷറി ലൈഫ് എനർജിയിലേക്ക് പോകാൻ ആഗ്രഹിച്ച് അതിൽ ഫോക്കസ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർ ആ ഒരു സാഹചര്യത്തിൽ തന്നെ കണക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചൊരു റീയൂണിയൻ പ്രസൻസ് ആണ് കേട്ടോ. ഒരു പക്ഷേ അതൊരു മറ്റൊരിടത്തേക്ക് അവർക്കൊരു റീയൂണിയൻ പ്രസൻസ് സംഭവിച്ചിട്ടുണ്ടാവാം. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ് അവരിലേക്ക് വീണ്ടും കണക്റ്റഡ് ആയിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അത് അവരെ സംബന്ധിച്ച് അവർക്ക് അവിടെ ഒരു നീതി കൊടുക്കേണ്ടി വരുന്ന അവിടെ ഒരു റീയൂണിയൻ പ്രസൻസ്, അതും ഫാമിലി എനർജിയെ ബേസ് ചെയ്താവാം. ഒരു ഇൻഡിസിഷൻ എനർജിയിൽ നിന്നും അവരൊരു ഡിസിഷൻ എടുത്തു മാറിയിരിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു ബന്ധത്തിൽ നിൽക്കുന്നവർക്ക്, അതായത് മറ്റൊരിടത്തേക്ക് ഒരു സെക്കൻഡ് എനർജിയിലേക്ക്, അതായത് നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു ബന്ധത്തിലേക്ക് നിങ്ങളിൽ നിന്ന് പോയിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റിംഗ് ചെയ്യുക എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. ചിലരെ സംബന്ധിച്ച് ഒരു എടുത്തുചാട്ട സ്വഭാവം, അതായത് മുൻ കോപമുള്ളതായിരിക്കാം, ഒരു ബ്ലോക്കേജ് ചെയ്യപ്പെട്ടിരിക്കുന്ന, നിങ്ങളെ പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിരിക്കുന്ന തേർഡ് സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പം അവിടെയും റീയൂണിയൻ പ്രസൻസ് ഉണ്ട് കേട്ടോ. നിങ്ങളിലേക്ക് അവർ വരും, അതായത് ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റോട് കൂടി തന്നെ ഒരു ഡിവൈൻ എനർജിയുടെ സപ്പോർട്ടോട് കൂടി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് പാസ്റ്റിലേക്ക്, അവരുടെ ഫാമിലി ലൈഫിലേക്ക് തിരിച്ചു പോയിരിക്കുന്ന വ്യക്തികളുടെ പ്രസൻസാണ് തേർഡ് പാർട്ടി എനർജി ആയിട്ട് കാണുന്നത്. അതൊരു പക്ഷേ ലീഗൽ പരമായിട്ടോ മറ്റുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന, ഒരു മധ്യസ്ഥതയൊക്കെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസിലൂടെ നിന്ന വ്യക്തികളാണെങ്കിൽ അവർക്കിടയിൽ ഒരു എന്താ പറയുക, ഒരു അഡ്വൈസിങ് എനർജിയുടെ പ്രസൻസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മധ്യസ്ഥതയുടെ ഫലമായിട്ട് തിരിച്ചു പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നത് ഇനി വളരെയധികം ഡിഫിക്കൽറ്റി ആയിട്ട് കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ രണ്ട് സിറ്റുവേഷൻസ് ആണ്. നിങ്ങളെയും ഫാമിലിയെയും, പേരൻസ്, മറ്റു കുടുംബ ബന്ധങ്ങളെയും ബേസ് ചെയ്തുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ്. അവിടെയും ഒരു സ്റ്റക്നെസ് ആണ് കേട്ടോ, ഒരു സ്തംഭന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു തീരുമാനം അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല, അതായത് നിങ്ങളെ ഉപേക്ഷിക്കാനും പറ്റുന്നില്ല. പേരൻസ്, ഫാമിലി, മറ്റു ബ്ലഡ് റിലേഷനെ ബേസ് ചെയ്തും അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു രണ്ട് സിറ്റുവേഷൻസിൻ്റെ ഇടയിൽ എന്താ പറയുക, ഒരു ചക്രവ്യൂഹത്തിൽ പെട്ടതുപോലെ നിൽക്കുന്ന സിറ്റുവേഷൻസിലുള്ള എനർജി കാണുന്നുണ്ട്. അവിടെയും ഒരു വെയിറ്റിംഗ് എനർജിയാണ് കാണുന്നത് കേട്ടോ. കുറച്ച് തീരുമാനം എടുക്കാൻ താമസം കാണിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചൊരു പാസ്റ്റിലേക്ക്, സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ തിരിഞ്ഞു പോയ വ്യക്തികളെ കാണുന്നുണ്ട്. അവരുടെ പ്രൊഫഷനെ ഫോക്കസ് ചെയ്ത് അവരുടെ സ്പിരിച്വൽ പരമാകുന്ന ചില കാര്യങ്ങളോട് കൂടുതൽ ആത്മാർത്ഥത അല്ലെങ്കിൽ അട്രാക്ഷൻ തോന്നി നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർക്കിടെ ആ ഒരു കാര്യത്തിന്, അവർ പോയിരിക്കുന്ന ഒരു കർമ്മയിൽ അവർക്ക് പൂർണ്ണത കിട്ടുന്നില്ലാത്തൊരു സിറ്റുവേഷൻസും സ്ട്രെസ് എനർജി അനുഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ സ്പിരിച്വാലിറ്റിയിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു കർമ്മരംഗത്ത് പ്രൊഫഷണൽ പരമാകുന്ന കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്ന സമയത്ത് നിങ്ങളുമായിട്ട് പെട്ടെന്ന് തോന്നിയ ഒരു അഡിക്ഷൻ, അട്രാക്ഷൻ്റെ പുറത്തു വന്ന റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം അവരവരുടെ ആ ഒരു പാതയിലേക്ക് തന്നെ തിരിച്ചു പോയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതിൽ അവർക്കൊരു ആത്മസംതൃപ്തി ഇപ്പം കറൻറ്റിലി ഇല്ല. അവർ വല്ലാതെ സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് കറക്റ്റായിട്ടൊരു തീരുമാനം എടുക്കാനും പറ്റുന്നില്ല, എന്നാൽ അവർക്ക് നിലനിൽക്കാനും പറ്റുന്നില്ലാത്തൊരു സ്ട്രെസ് എനർജിയിലൂടെ കടന്നു പോകുന്നു. എന്താണെങ്കിലും അവർ അവിടെ ഒരു പോസിറ്റീവ് ആകുന്ന ഒരു ആക്ഷൻ എടുക്കും. ഒരു പക്ഷേ നിങ്ങളുമായിട്ട് നല്ലൊരു ബന്ധമെങ്കിലും അവർ കണക്റ്റ് ചെയ്ത് നിർത്താൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസുകളുടെ എനർജി ഞാൻ എടുത്തത് നമുക്കിങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ആവശ്യമുള്ളവർ മാത്രം കണക്റ്റ് ചെയ്യുക, അല്ലാത്തൊരു വിട്ട് കളയുക കേട്ടോ. ഞാൻ ഒരിക്കലും തേർഡ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. നമുക്ക് കിട്ടുന്ന കാർഡിനെ ബേസ് ചെയ്ത് സത്യസന്ധമായൊരു റീഡിങ്സ് മാത്രം
മാത്രമേ ഞാൻ നടത്തുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളതിനെ കണക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും കേട്ടോ. കാരണം നമ്മൾ ഒരിക്കലും അനീതി കാണിക്കാൻ പറ്റില്ല. കാരണം ടാറോയിലുള്ള ചില കാര്യങ്ങളുണ്ട്, ചില നിയമങ്ങളും നിബന്ധനകളുമുണ്ട്. അത് നമ്മൾ പാലിച്ചില്ലെങ്കിൽ നമുക്കിത് ഒരുപാട് കാലം നമ്മുടെ ലൈഫിൽ കണക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. ഇതൊരു പാഷനല്ല, ഇതൊരു ഡിവൈൻ എനർജിയാണ്, സ്പിരിച്വാലിറ്റിയിലുള്ള ഒരു ട്രാവലിംഗ് ആണ് നമ്മുടേത് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ റീഡിങ്സ് ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങൾ മാക്സിമം കണക്റ്റ് ചെയ്യാൻ പറ്റുന്നവർ കണക്റ്റ് ചെയ്യുക കേട്ടോ.